പേപ്പർ കൊടുത്തിട്ട് ഒരു മുമ്പ് എഴുതാൻ പറയാൻ എഴുതാൻ പറ്റില്ല. അത് കാര്യം 100 ബുക്ക് എന്നുള്ളത് ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ താല്പര്യം പോലെയാ. ആ താല്പര്യം ഉള്ളവനെ അത് വായിക്കുള്ളൂ. അല്ലാണ്ട് ഒരു വേക്കനെ പിടിച്ചിരുത്തിട്ട് 100 ബുക്ക് നീ വായിക്കി എന്നിട്ട് നീ ഒരു കഥ എഴുതുന്ന പറഞ്ഞാൽ വായിക്കാം. അത് ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളവൻ അത് ജന്മസിദ്ധാണെന്നല്ല, സ്വന്തമായിട്ടൊരു ക്രിയേറ്റിവിറ്റി ഉള്ളവന് 10 100 കഥ അല്ല 10 കഥ വായിച്ച് ചിലപ്പോൾ അവനൊരു കഥ എഴുതിയിരിക്കും. എന്ന് വലിയ കാര്യം അങ്ങനെ അങ്ങനത്തെ കഴിവുള്ളവന് പറ്റും. എല്ലാവർക്കും ആസ്വദിക്കുന്ന എല്ലാവർക്കും കഥ എഴുതാനുള്ള കഴിവുണ്ടാവണം. കഥയായിട്ടുള്ള അതിന്റെ സമീപനത്തിന് ഉണ്ട്. നമ്മൾ വെറുതെ വായിച്ചു വിടുകയാണെങ്കിൽ ഓക്കെ. ഒരു കഥ കണ്ടിരുന്നത് ഞാൻ ചോദിക്കട്ടെ, ഏതൊരാളായത് ഒരു 10 പ്രാവശ്യം ഒരു കഥ വായിച്ചാൽ ഒരു കഥയുടെ ആ എഴുതുന്ന രീതി പിടികിട്ടുവേ, പിടികിട്ടുവേ. പിന്നെ ഭാവന വേറെ ഒന്നുമല്ല, ഒന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഭാവന. ഞാൻ പറഞ്ഞ നാരായണ പ്രസാദ് സാറ് അയാൾ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് ചുറ്റും തന്നെ പഠിക്കാനുള്ളതാണ്. കഥകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും നോക്കിയാൽ അതിന് ഞാൻ പറയുന്നത് എനിക്ക് അയാള് ഞാൻ എഴുതി ഓരോ റോൾ മോഡൽസ് ശൈലി വ്യത്യസ്തമാണ്. ഞാൻ 4-5 എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാം അത് എനിക്ക് സഹായിച്ചിട്ടുള്ളത് ഈ നാരായണ പ്രസാദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇംഗ്ലീഷ് സാറാണ്. അയാൾ പറയും ഞാൻ പഴയ എൻ്റെ ഒരു കഥ എൻ്റെ ഒരു കഥ എടുത്ത് നോക്കി അവർക്ക് ഒരാളോട് അവർക്ക് ഒരു കടപ്പാടോ ഒരു ധാരണ അയാളെക്കാളും സാധാരണ വേലയോ അയാളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളോട് ഏറ്റവും വലിയ ഒരാളെ കുറിച്ച് അയാളുടെ മനസ്സിലൊരു ഇതുണ്ട്. അയാളുടെ ഒരു